വൈകുന്നേരം ചായ കുടിക്കാൻ റെഡിയായി നിൽക്കുവാണോ എല്ലാവരും? എങ്കിൽ ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല മുരിഞ്ഞ കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു പക്കോട ആയാലോ? 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഈ പക്കോടയെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണിന്ന്. എല്ലാവർക്കും എൻ്റെ ഫുഡ് ആൻഡ് ബിയോണ്ട് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. കോളിഫ്ലവർ കൊണ്ടുള്ള പക്കോട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കോളിഫ്ലവറിൻ്റെ പകുതിയാണ് എടുത്തത്. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് തിളപ്പിക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിൽ ഉപ്പിട്ടിട്ട് ബോയിൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം ബോയിൽ ചെയ്യിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായി ഒന്ന് തിളക്കട്ടെ. വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5-6 മിനിറ്റ് ഈ തിളച്ച വെള്ളത്തിൽ ഈ കോളിഫ്ലവർ മുങ്ങിക്കിടക്കട്ടെ. ഇതിലുള്ള ഇൻസെക്ട്സ് ഒക്കെ നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 6 മിനിറ്റ് അങ്ങനെ കിടക്കട്ടെ. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊരു സ്ട്രെയിനർ വെച്ചിട്ട് കോരിയെടുക്കാം. ഇതുപോലെ വേറൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നാൽ വെള്ളമൊക്കെ ഊർന്ന് പോയിക്കോളും. അപ്പം ഇത് മുഴുവനായിട്ട് ഞാൻ കോരി ഈ സ്ട്രെയിനറിലോട്ടേക്ക് മാറ്റട്ടെ. അപ്പോൾ കോളിഫ്ലവർ ഞാനൊരു സ്ട്രെയിനറിൽ എൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചേക്കുവാണ്. ഇനി നമുക്കൊരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിംഗ് ബൗൾ എടുക്കട്ടെ. അപ്പോൾ ഈ മിക്സിംഗ് ബൗളിലേക്ക് ആദ്യം തന്നെ ഞാൻ ചേർക്കുന്നത് കടലപ്പൊടിയാണ്. 1 കപ്പ് കടലപ്പൊടിയാണ് എടുത്തത്. അത് ഇതിലേക്ക് ഇടാം. പിന്നീട് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അത് ഇതിലേക്ക് ചേർക്കാം. പിന്നീട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അത് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ്. അതും ചേർത്തു. പിന്നീട് നമുക്കൊരു പിഞ്ച് കായം ചേർക്കാം. കായം ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് അതിന്. ഇനി ഇതിനാവശ്യമായ ഉപ്പ് കൂടി ഞാനൊന്ന് ചേർക്കട്ടെ. ഉപ്പ് കൂടി ചേർത്തു. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചോപ്പ് ചെയ്തിടണം. അതിന് വേണ്ടിയിട്ട് ഈ 2 പച്ചമുളക് ചെറുതായിട്ടൊന്ന് ഇതിലേക്ക് ചോപ്പ് ചെയ്തിടട്ടെ. അടുത്തതായി ചേർക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില കുറച്ച് നന്നായിട്ട് ചേർക്കാം. നല്ല ടേസ്റ്റാണ് കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ, കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്തു. ഇനി കൈവച്ച് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയായൊരു ബാറ്റർ പോലെയാണ് ആക്കി എടുക്കേണ്ടത്. അപ്പം ഞാൻ കുറേശ്ശെയായിട്ട് ഇതിൽ വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവർ ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ. കോളിഫ്ലവർ മുഴുവനായിട്ട് ഈ ബാറ്ററുമായിട്ട് കോട്ടായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് സ്റ്റൗ ഓൺ ചെയ്യട്ടെ. ഓയിലിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ കോളിഫ്ലവർ പീസസായി അതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു ഭാഗം തന്നെ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത കോളിഫ്ലവർ എല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് നമുക്ക് കോരിയെടുക്കാം. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചാൽ
പ്ലേറ്റിലിട്ടൊക്കെയാണ് ഞാനിത് കോരിയെടുക്കുന്നത്. അപ്പോൾ എക്സസ് ഓയിലൊക്കെ പോയിട്ടുള്ളൂ. കോളിഫ്ലവർ കൊണ്ടുള്ള ഈ ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല കറുമുറാന്നുള്ള ഫ്രൈ ആണിത്. വൈകുന്നേരം കുട്ടികൾക്കൊക്കെ ചായൻ്റെ കൂടെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അതുപോലെ എന്തെങ്കിലുമൊക്കെ വിരുന്നൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാർട്ടറായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നെ പോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നു വിശ്വസിക്കുന്നു. വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളെ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.